ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോജി ജോർജ്. ഞാൻ താമസിക്കുന്ന തലശ്ശേരിയിൽ നിന്ന് നമ്മുടെ മാഹി ബൈപ്പാസ് വഴി കണ്ണൂർ താഴച്ചവയ്ക്ക് അടുത്ത് കിഴുത്തള്ളി എന്ന് പറഞ്ഞ സ്ഥലം വരെ പോവുകയാണ്. അവിടെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് അവിടെ ഒരു പോലീസ് ഓഫീസറുടെ വീട്ടിൻ്റെ ബെഡ്റൂമിനടുത്ത് ഒരു തേനീച്ച കൂട് കൂട്ടിയിരിക്കുകയാണ്. അപ്പം വന്ന് അതൊന്ന് ഒഴിവാക്കി തരണമെന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ അവിടെ വരെ പോവുകയാണ്. അപ്പോൾ അവിടെ പോയി എന്താണ് അവരെനിക്ക് ഫോട്ടോ അയച്ചു തന്നിരുന്നു. ആ ഫോട്ടോ അയച്ച് കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായത് അതൊരു പെരുന്തേനീച്ചയുടെ കൂടാണ്. കാരണം അത് അവരുടെ ബെഡ്റൂമിൻ്റെ ജനലിൻ്റെ ഷെയ്ഡിൻ്റെ അടിവശത്തായിട്ട് തന്നെയാണ് അത് അവിടെ കൂട് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയും ആ തേനീച്ചക്കൂട് അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഈ ബെഡ്റൂമിൻ്റെ ജനലിൻ്റെ സൈഡിൽ ഉള്ള ആ ഷെയ്ഡിലിൻ്റെ അടിവശത്തായിട്ടാണ് ഇവിടെ അവർ നല്ല വലിപ്പത്തിൽ ആക്കിയിരിക്കുകയാണ് കൂട്. അപ്പോൾ അവർ ജനൽ തുറന്ന സമയത്തങ്ങണ്ട് ജനലിലൂടെ വന്ന് തേനീച്ച അവരെയാണ് അറ്റാക്ക് ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് നമുക്ക് മാറ്റാനുള്ള ഒരു വർക്ക് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം തേനീച്ചകളെ നമ്മൾ നീക്കിക്കളയാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ വളരെ അധികം കെയർഫുള്ളി ആയിട്ട് പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഈ വർക്കിന് ഇറങ്ങാൻ വേണ്ടി പാടുള്ളൂ. കാരണം ഞാനിപ്പോൾ അതിൻ്റെ മുഖാവരണി, ഗ്ലൗസ്, നല്ല ഷർട്ട്, ഇതൊക്കെ സാധാ ഷർട്ട് തന്നെയാണ്, ഫുൾ കൈ ഷർട്ട് ഒക്കെ ധരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വർക്കിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം തേനീച്ചകളെ നമുക്ക് കത്തിച്ച് കളയാൻ നിയമമില്ല. കാരണം കത്തിച്ച് കളയുന്നത് നമ്മളെ നിയമവിരുദ്ധമാണ്. അങ്ങനെയൊക്കെ ഒരു കത്തിച്ച് കളയുന്ന വീഡിയോ ഒക്കെ എടുത്താൽ നമുക്കെതിരെ ചിലപ്പം ഈ വന്യജീവി വകുപ്പിൻ്റെ ആളുകൾക്ക് നമുക്കെതിരെ കേസെടുക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതെന്ന് വെച്ചാൽ ഇതിന് പുകയടിക്കുകയാണ്. സാധാരണ നമ്മൾ തേനീച്ചപ്പെട്ടിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു സ്മോക്കർ ഉപയോഗിച്ചിട്ടുള്ളൊരു പുകയാണ് നമ്മുടെ ഇന്ത്യൻ തേനീച്ചക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ അതൊന്നും നമുക്ക് പറ്റില്ല. ഇവിടെ നമ്മൾ ഒരു വലിയൊരു ബക്കറ്റിനകത്ത് ചകിരി ഇങ്ങനെ കത്തിച്ച് അതിൻ്റെ ഒരു പുക ഇതിനടിയിലേക്ക് നമ്മളിങ്ങനെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ തേനീച്ചകൾക്ക് ആ ഒരു പുകയുടെ ഭയങ്കര ഇതിൽ അവർക്ക് കണ്ണ് കാണാത്ത ഒരവസ്ഥയും ആ ഒരു സമയത്ത് ഇവർ ഈ കൂട് ഇവിടുന്ന് കുറച്ച് ഈ അവരുടെ അടയിൽ നിന്ന് അവരെ മാറ്റുകയും ആ സമയത്ത് അതിൻ്റെ അട നമുക്ക് എടുത്ത് മാറ്റി ആണ് നമ്മൾ ഇത്തരം വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വർക്ക് ചെയ്യുന്നതിനൊരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിനടിയിൽ നിന്നിട്ട് കറക്റ്റ് സൗകര്യത്തിന് നിന്നിട്ട് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ ഏരിയയിലായിരിക്കും ഈ പെരുന്തേനീച്ച കൂട് കൂട്ടുക. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവരുടെ ഒരു പോർച്ചിൻ്റെ ഫ്രണ്ട് സൈഡിൽ അവരൊരു ഷീറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ അടിയിൽ നിന്നിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സൗകര്യമുണ്ട്. ഇല്ലെങ്കിൽ താഴെ നിന്ന് നമുക്ക് ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ തോട്ടി, നിലത്ത് നിന്ന് ചെയ്യേണ്ട രീതിയിലുള്ള വലിയ തോട്ടിയോ സംവിധാനങ്ങളൊക്കെ ആക്കിയിട്ട് മാത്രമേ നമുക്കിത് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇവിടെ നമുക്കിതിങ്ങനെ ഒരു സൗകര്യം ഉണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ കുറച്ചടുത്ത് വരെ നമുക്ക് ചെറിയൊരു തോട്ടി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു സൗകര്യം ഇതിനിവിടെ ഉണ്ട്. അപ്പോൾ ആ സൗകര്യം ഉപയോഗിച്ചിട്ട് ഇതിന് താഴെ നിന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതും ഇത് പുകച്ച് ഈ തേനീച്ചകളെ മാറ്റിയതിന് ശേഷം ഇതിൻ്റെ കോമ്പ് റിമൂവ് ചെയ്യാനുള്ള ഒരു വർക്കാണ് ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പെരുന്തേനീച്ചയുടെ കോളനി കൂടെടുത്ത് മാറ്റുന്ന വർക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ നാട്ടിൽ ഞാൻ താമസിക്കുന്ന തലശ്ശേരി ഭാഗത്തും പല ആളുകളും എൻ്റെ അടുത്ത് തേനീച്ച അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പലരും എൻ്റെ അടുത്ത് സമീപിക്കാറുണ്ട്.
പക്ഷേ ഈ പെരുന്തേനീച്ചയുടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ പെരുന്തേനീച്ചയുടെ വർക്ക് ആകുമ്പോൾ ഒരു റിസ്ക് കൂടുതലായതുകൊണ്ട് അത്തരം കേസുകളൊക്കെ വന്നാലും ഞാൻ പരമാവധി ഒഴിവാക്കുകയാണ് ചെയ്തുണ്ടായിരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ചെയ്ത വർക്കുകളൊക്കെ സാധാ തേനീച്ചക്കൂട്, ചില സ്ഥലങ്ങളിലൊക്കെ കൂട് കൂട്ടിയിട്ട് തേനീച്ച കൂട് കൂട്ടിയിട്ട് അത് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില തേനീച്ച ഉണ്ട്, വളരെ ഇതാണ് മാറ്റിത്തരണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെന്നപ്പോൾ അത് വെറും കോൽ തേനീച്ചയാണ്. അത് നമുക്കൊരു പുക പോലും അടിക്കാതെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോൽ തേനീച്ചകളുടെ വർക്കൊക്കെയാണ് ഞാൻ ഇതിനു മുമ്പ് നമ്മളെ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പോയി ചെയ്തത്. ഇത് കുറച്ച് ഡേഞ്ചറസ് തന്നെയാണ്. നല്ല കെയർഫുള്ളി ആയിട്ട് നമ്മൾ ഇത് കൈകാര്യം ചെയ്യണം. കാരണം ഇത് ഒരു 10 തേനീച്ച കുത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ജീവൻ അപകടത്തിലാകുന്ന സാധ്യത വളരെ കൂടുതലാണ് ഇതിന്. അപ്പോൾ ആ ഒരു മുൻകരുതൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു വർക്കിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. പ്രിക്കോഷൻസ് നല്ല രീതിയിൽ, ഇതിപ്പം ഞാൻ പുക ചകിരി നന്നായിട്ട് കത്തിച്ച് പുക ഇതിനടിയിൽ നിന്ന് കൊടുക്കുക. പുക നന്നായിട്ട് അടിക്കുമ്പോൾ തന്നെ തേനീച്ചകളൊക്കെ അവിടുന്ന് മാറാനുള്ള പ്രവണത കാണിച്ചു. നമ്മളിപ്പോൾ ഇതിവിടെ ഒരു ബക്കറ്റ് ഒരു പട്ടിക കഷ്ണത്തിൽ ബക്കറ്റിനകത്ത് ചകിരി കത്തിച്ചിട്ട് അതിനടിയിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. നല്ല പുക ഒന്ന് തേനീച്ചകളൊക്കെ ഇതുണ്ടല്ലേ പരക്കം പോയതാണ്. കാരണം ഇതുപോലെ പുക കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല കുത്ത് കിട്ടാനുള്ള ഒരു സാധ്യതകളും കൂടുതലാണ്. ഇതിപ്പോൾ അവർക്ക് ഒരു കാഴ്ചകൾ മങ്ങുന്ന ഒരവസ്ഥ, അവർക്കൊന്നും മനസ്സിലാകാത്ത ഒരു അവസ്ഥയും അങ്ങനെയൊക്കെ വരും. ഇതുപോലെ പുക കൊടുത്താൽ മാത്രമേ നമുക്ക് സേഫായിട്ട് നമുക്കിത് ചെയ്യാനും തേനീച്ചനെ മാറ്റാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇതുണ്ടോ തേനീച്ചകളൊക്കെ ആ അടയിൽ നിന്ന് മാറി. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു വേറൊരു നല്ലൊരു വടി എടുത്ത് ഈ അട നമ്മൾ തട്ടി മുറിച്ച് കോൺക്രീറ്റ് പിടിപ്പിച്ച ഭാഗത്തുനിന്ന് നമുക്ക് ഇതിനെടുത്ത് റിമൂവ് ചെയ്ത് കളയണം. റിമൂവ് ചെയ്ത് കളഞ്ഞ് ആ അടയുടെ എല്ലാ ഭാഗങ്ങളും അവിടെ നിന്ന് ശരിക്ക് ചെത്തി എടുത്ത് നീക്കിക്കളയണം. അങ്ങനെ നീക്കിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ തേനീച്ച ഇവിടെ കൂട് കൂട്ടില്ല, അവർ വേറെ എങ്ങോട്ടെങ്കിലും പറന്നു പോയിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു വർക്കാണ്. ഇത്തരം പെരുന്തേനീച്ചനെ ഒഴിപ്പിക്കുന്ന സമയത്ത് അത്ര ചെറിയൊരു തേനുണ്ട്. നമ്മളിതത്തേൽ ഇങ്ങനെ അടത്തി ഇവിടെ താഴെ വീണു. അവിടെ കുറച്ച് തേൻ അവിടെ പൊട്ടി ഒഴുകി താഴോട്ട് വീണിട്ടുണ്ട്. ഇനി നമ്മളത് ശരിക്ക് അട ഇരുന്ന ഭാഗത്ത് എല്ലാം ഞാൻ ശരിക്കൊരു കമ്പി കൊണ്ട് ശരിക്കത് ചിരണ്ടി കളഞ്ഞു. അവിടെ ഒന്നുമില്ല, അവശേഷിക്കുന്നില്ല. എല്ലാം ശരിക്ക് ചിരണ്ടി അടയുടെ കഷ്ണങ്ങളൊന്നുമില്ല. ഇനി അവരവിടെ കൂടുകൂടില്ല. ഈ തേനീച്ചകൾ വേറെ എങ്ങോട്ടെങ്കിലും പറന്നു പോയിക്കോളും. ഞാനിതിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഞാൻ മുഖാവരണിയൊക്കെ ഇട്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എന്നാലും നമ്മുടെ തലയുടെ സൈഡിൽ കൂടെയൊക്കെ കുറച്ച് തേനീച്ചകളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. ഏതായാലും ഒരു തേനീച്ച പോലും നമ്മളെ കുത്തുന്ന ഒരു കണ്ടീഷനിലേക്ക് ഒന്നും ഇതുവരെ എത്തിയില്ല. അപ്പോൾ അതുപോലെ നമ്മൾ പുകയടിച്ച് ആ ഒരു വർക്ക് ചെയ്തതുകൊണ്ടാണ് നമുക്ക് അത്രയും സേഫായിട്ട് പ്രശ്നമില്ലാതെ ഇതുപോലെ അടയൊക്കെ കുറച്ച് പൂമ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. തേൻ വളരെ കുറവാണ്, കുറച്ച് തേന ഇതിനകത്ത് ഉള്ളൂ. പൂമ്പൊടി ഉണ്ട് നല്ലോണം. ഇതിൻ്റെ മുകളിൽ സൈഡിലായിട്ട് പൂമ്പൊടി കാണുന്നുണ്ട്. ഈ അട ഞാനിതിങ്ങനെ എടുത്തു മാറ്റി. ഈ ഒരു കണ്ടീഷനിലാണ് അട കിട്ടിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. DTM BFAM എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.